കാനഡ പറഞ്ഞത് മോൻ തോക്കണമെന്ന്. ആ വയസ്സൻ അങ്ങനെ പറഞ്ഞ കുറ്റമായിട്ട് കാര്യമുണ്ട്. അയാൾ ജന്മം മുതൽ കോൺഗ്രസ്സാണ്. AK ആന്റണി ഒരു നല്ല മനുഷ്യനാണ്. നാട്ടുകാർക്ക് ഒരു ഗുണവും ഇല്ല. അയാളെ കൊണ്ട് ഒരു ഗുണവും കിട്ടുകയില്ല. നല്ല മനുഷ്യനാണ്. മനുഷ്യൻ നല്ല കള്ളനല്ല, കൊള്ളക്കാരനല്ല, പിടിച്ചുപറിക്കാരനല്ല. അയാളുടെ മകനും അതുപോലെ കള്ളക്കാരനും പിടിച്ചുപറിക്കാരനും അല്ല. ആന്റണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സായി മരിക്കണം. ഇപ്പോൾ വയസ്സ് 85 കഴിഞ്ഞ് മിണ്ടാനും ഒന്നും പറ്റുകയില്ല, കിടക്കുന്നു. അപ്പോൾ പത്തനംതിട്ട കോൺഗ്രസ്സുകാർ ആന്റണിയെ കൊണ്ട് ചെന്ന് ബഹളമാണ്. പുള്ളികൾ പ്രസംഗിക്കാൻ പറ്റും, പുള്ളി കേൾക്കാൻ പറ്റുകയില്ല. പുള്ളി അങ്ങനെ പ്രസംഗിക്കാൻ വരും. അപ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു പ്രസ്താവന പുള്ളി കൊടുത്തു. ആ പ്രസ്താവന അത്ര ഉള്ളൂ, ഒരു വിലയില്ല ഇതിന്. 85 കാരണവർ എന്നാ പ്രസംഗിക്കാനാണ്? അങ്ങനെയൊക്കെ വിടണ്ടേ, മര്യാദ വേണ്ടേ? ആ മര്യാദ കാണിക്കണം. ഞാനിവിടെ അങ്ങനെ എനിക്ക് ബന്ധം കൂടാ ഈ AK ആന്റണി. ഞാൻ അങ്ങനെ ഫോണിൽ പോലും വിളിച്ചില്ലല്ലോ. എന്നാന്ന് വെച്ചാൽ അങ്ങനെ എനിക്കറിയാം, അങ്ങനെ അത്രയും പ്രായമായി. അദ്ദേഹം വളരെ 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 അവശനാണ്. പുള്ളി മനുഷ്യനെ കാണിക്കാൻ വേണ്ടി പിന്നെ AICC ഓഫീസിൽ പോയി, അല്ല KPC ഓഫീസിൽ പോയി ഇരിക്കും. പുള്ളിക്കൊരു മുറിയുണ്ട് അവിടെ വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി. അവരെല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്, ഇപ്പോഴും എല്ലാവരും ബഹുമാനിക്കണം തിരിച്ച് വീട്ടിൽ. അതുകൊണ്ട് ബന്ധം അങ്ങനെ. അനിൽ ആൻ്റണിയെ പറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അനിൽ ആൻ്റണി BJP പോകുന്നത് ആൻ്റണി അറിഞ്ഞെന്ന് പറയണ്ട. മകൻ രാഷ്ട്രീയത്തിൽ പോകുന്നതിന് കുറ്റം പറയാൻ പറ്റും പുള്ളിക്ക്. AK ആൻ്റണി കോൺഗ്രസ് ചേർന്ന് അപ്പൻ്റെ അനുഭവത്തോടെ അല്ലല്ലോ. പിന്നെ മകൻ BJP ചേർന്ന് അപ്പൻ്റെ അനുഭവത്തോടെ ഇവിടെ നിയമം. ചെറുപ്പക്കാർ 10-25 വയസ്സൊക്കെ വേണം ഇട്ടോടെ രാഷ്ട്രീയത്തിൽ ചേർന്ന് നമുക്ക് തന്നെ നഷ്ടം. ഞാൻ എൻ്റെ മകൻ അവിടെ ചെന്ന് അന്വേഷിക്കാം. പിന്നെ സ്വാഭാവികമായിട്ട് എൻ്റെ പാർട്ടിയിലാണ് നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് BJP തന്നെയാണ്. പത്തനംതിട്ടയിൽ സജീവമായിട്ടുണ്ട്, പക്ഷേ കോട്ടയത്തൊന്നും കാണാനില്ല. അതാണ് തുഷാറായോട് വരണമെന്ന് എനിക്കായിട്ട് അയാൾ വിളിക്കണ്ടേ? വിളിക്കാതെ പോകാൻ പറ്റുമോ? എനിക്കത് പ്രസംഗിക്കണേ എന്ന് വിളിച്ചു ഓടിച്ചെല്ലാൻ പറ്റുമോ? മൈക്ക് ഉണ്ടാക്കി വെച്ച് മൈക്കും അറേഞ്ച് ചെയ്ത് വെച്ച് ഞാൻ VCR പ്രസംഗിക്കുന്ന അനൗൺസ്മെൻറ്റൊക്കെ നടത്തി കഴിഞ്ഞ് മൈക്ക് വെച്ച് ഞാൻ വന്ന് പ്രസംഗിക്കും. അതല്ല എനിക്ക് പ്രസംഗിക്കണേ എന്ന് പറഞ്ഞാൽ തെണ്ടി നടക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. വിളിക്കാത്തത് ഉണ്ടാൻ പോകുന്ന ഇടപാടിന് VCRനെ കിട്ടുകയില്ല, അറിയാൻ മേലെ. പിന്നെ പുള്ളിക്കാരൻ തുഷാറിൻ്റെ പ്രശ്നം ഈഴവൻ്റെ മാർപ്പാപ്പയാണ് ഒന്ന് അപ്പൻ. ഈഴവൻ്റെ കർദിനാളാണ് തുഷാർ. മാർപ്പാപ്പായും കർദിനാളും കൂടെ. കർദിനാൾ നിൽക്കുന്നു, മാർപ്പാപ്പ ഇറങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം തന്നെ മുഴുവൻ ഈഴവൻ്റെ വോട്ട്, ഒരു 5 ലക്ഷം ഈഴ വോട്ടുണ്ട്, അത് മുഴുവൻ കയ്യിലിരിക്കും. പിന്നെ എന്നാ ഭയപ്പെടുക? ഈസിയായിട്ട് ജയിക്കില്ല. പിന്നെ എന്നെ പ്രശ്നം ഇരിക്കുന്നത്. പിന്നെ BJPയുടെ വോട്ട് മാക്സിമം ഒരു 1 ലക്ഷം കോടി മുകളിൽ കാണുമായിരിക്കും. അതും കൂടെ കിട്ടി എതിരില്ലാത്ത ജയവാണ്. പിന്നെ കർദിനാൾ എതിരില്ല ജയിക്കാൻ പോവുക. പിന്നെ ഇതിന് VCRനെ വിളിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അയാളെ വിളിക്കാത്തത്. ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഈ കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ തലശ്ശേരി, താമരശ്ശേരിയൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി PC ആ സിനിമയുണ്ടല്ലോ, ഈ കേരളത്തിലെ മുഴുവൻ ഇടവകളിലും പ്രദർശിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെടുകയാണ് ഞാൻ. ആ സിനിമ വളരെ വ്യക്തമായ ഒരു ആശയം നൽകുന്നത്. ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ പരിവേദനമാണിത് മുഴുവൻ. മനസ്സിലായില്ലേ? ആ സിനിമ പിടിച്ചിരിക്കുന്നത് ഒരു മുസ്ലിമാണ്. അതറിയാവോ? അയാൾ മുസ്ലിമായിരുന്നു, ഇപ്പം മുസ്ലിം മാറിന്ന് കേട്ടു. അയാളാ പിടിച്ചിരിക്കുന്നത്. മുഴുവൻ സത്യങ്ങളും നടന്ന കാര്യങ്ങൾ ആ സിനിമയിൽ പറയുന്നത്. അതെത്ര വിഷമം എല്ലാവരും. അതിനെത്ര വിഷമിക്കുന്ന കാര്യം? അത് എല്ലാ പള്ളിയിലും കാണിക്കണം. ലവ് ജിഹാദുണ്ട്, അല്ലെ നാർക്കോട്ടിക് ജിഹാദുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടെ മുഖത്ത് കയറുകയാണ്. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടെന്ന് സുപ്രീം കോടതി ബോധമുണ്ടോ ഇവരൊക്കെ? സുപ്രീം കോടതി തന്നെ ലവ് ജിഹാദ് എന്നൊരു വാക്കില്ല. അങ്ങനെ ഒരു വാക്കുണ്ടോ ഇംഗ്ലീഷ്? അന്തികണ്ട് കൊടുത്ത് നോക്കി, അങ്ങനെ ഒരു വാക്കില്ല. അതാ സുപ്രീം കോടതി പറഞ്ഞത്. ലവ് ജിഹാദ് എന്ന് പറയുന്നത് എന്താ? പാവപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ IS ഭീകരന്മാർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സ്നേഹം നടിച്ച്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ സ്നേഹം നടിച്ച് കല്യാണത്തിനാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയി. ഒരാഴ്ച അവൻ്റെ ഉപയോഗം കഴിഞ്ഞ് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കോഴിക്കോടൊരു ഒരു 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 അഭയകേന്ദ്രമുണ്ട്, അതിനകത്ത് കൊണ്ടിട്ട് ഒരു 5-6 പേര് കയറി ബലാത്സംഗം ചെയ്ത് അതുങ്ങളെ സിറിയയിൽ കൊണ്ടുപോയി ഭീകരന്മാർക്ക് ദാനം ചെയ്യുക. ഈ പോക്കാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞത്. മനസ്സിലായി? ഇതാണ് ലവ് ജിഹാദ്. ഇതുണ്ടെന്ന് ഞാൻ പറയുന്നു. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, എതിർക്കട്ടവനാണെങ്കിൽ ഞാൻ തെളിയിച്ചു കൊടുക്കാം. മനസ്സിലായില്ല? വർത്താനം പറഞ്ഞു. 500 ചൂരം പിള്ളേരെ കൊണ്ടുപോയതാണ്, പെൺപിള്ളേരെ, നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ പെണ്ണുങ്ങളെ. ഞാൻ അത് 40 തിരിച്ച് എന്നോടുള്ള വിലയ്ക്കൊന്നുമില്ല, എന്നെ തോപ്പിച്ചതല്ലേ. ഈ ലവ് ജിഹാദ് വിരുദ്ധന്മാരല്ലേ എല്ലാം കൂടെ എന്നെ തോപ്പിച്ചത്. എൻ്റെ ഇലക്ഷൻ തോൽവിയൊന്നും എനിക്ക് പ്രശ്നമല്ല. ഈ വൃത്തികേടിന് കൂട്ടുക എന്നെ കിട്ടുകയില്ല. എന്ത് വില ഒരു മുസ്ലിം പെണ്ണിനെ പ്രേമിച്ചു കൊണ്ടുവന്നാലും ഞാൻ സമ്മതിക്കില്ല. പ്രേമിച്ചാൽ കല്യാണം കഴിച്ചോണം, ജീവിച്ചോണം കുടുംബമായിട്ട്. അതല്ലാതെ ഈ മറ്റേ പണിക്ക് ഈ ഭീകരവാദിക്ക് കൊണ്ട് ബലാത്സംഗത്തിന് കൊടുക്കാൻ അനുവദിക്കലേ. 40 പിള്ളേരെ തിരിച്ചെടുത്തിട്ടുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? അതല്ലേ എന്നെ കൊല്ലാൻ തന്നെ. ഇവിടെ വന്നല്ലേ എല്ലാം കൂടെ കൊല്ലാൻ. കൊല്ലാൻ ഞാൻ ഇറങ്ങി ചെന്നത്, എന്നെ കൊല്ലാഞ്ഞ് എനിക്ക് പേടിക്കാനൊന്നും പറ്റുകയില്ല. ഈ ലവ് ജിഹാദുമുണ്ട്, നാർക്കോട്ടിക് ജിഹാദുമുണ്ട്. അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. അപ്പോൾ ഇന്ന് കല്ലറങ്ങാട്ട് പിതാവ് ആദ്യം നാർക്കോട്ടിക് ലവ് ജിഹാദിനെ പറ്റി പറഞ്ഞത്. എല്ലാം കൂടെ പിതാവിനെ ആക്രമിക്കാൻ ചെന്നത് എന്നെ ആവശ്യം. അതായത് എൻ്റെ വീടിനകത്ത് ഞാൻ പിള്ളേരോട് പറയാം, മക്കളെ ലവ് ജിഹാദിലൊന്നും പെടാ പൊക്കോളം പറഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ട് ആക്രമിക്കണം ഈ തിണ്ടികൾ. ഇവർക്ക് എന്നാ കാര്യം പറഞ്ഞ്? കുറവങ്ങാട് പള്ളിയിൽ ഈ ലവ് ജിഹാദി പെടരുന്ന മക്കളെ, നാർക്കോട്ടിക് ജിഹാദി പെടരുന്ന മക്കളെ എന്ന് പിള്ളങ്ങാട്ട് പിതാവ് പറഞ്ഞേന് അരമനയിൽ എറിയാൻ പോകാൻ ഇമാർക്ക് തന്നെ അവകാശം.
ഞാനാ ഓടി വന്ന് എറിയടാന്നും പറഞ്ഞ്. നല്ല മാണങ്ങൾ ആരോഗ്യം RS പിള്ളേർ വന്നു 10-300 നേരത്തേക്കിന് ജീവനും കൂടെ ഓടി ഇവനൊക്കെ മര്യാദ പഠിപ്പിക്കണം. അടിച്ച് നാർക്കോട്ടിക് ജിഹാദി എല്ലാം ഉണ്ട്. അതിനൊക്കെ എതിരെ ശക്തമായി പ്രതികരിക്കും. എന്ത് വന്നാലും നേരിടുകയും ചെയ്യും. ഓക്കെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.